പരീക്ഷ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിലാകാൻ വേണ്ടിയുള്ള ടിപ്സുമായിട്ടാണ് മക്കളെ ഇതിലാണ് സാർ വന്നിരിക്കുന്നത്. സോ എങ്ങനെ പഠിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുള്ളൂ, കാരണം നമ്മുടെ ലിമിറ്റേഷൻസ് ഉണ്ട്. മതി, ഇത് ധാരാളം മതി. ഇനി കേസ് ജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ജയിക്കാനായാലും തോൽക്കാനായാലും ഇത് മതി, എന്തെങ്കിലും മതിയല്ലോ. ഇതെന്താണെന്ന് 10ാം ക്ലാസ്സിൽ പാച്ച് വാന്നോ? SLC ആ ഭാവി തീരുമാനിക്കുന്നത്. 10ാം ക്ലാസ്സാ ഭാവി തീരുമാനിക്കുന്നത് കേട്ടോ. എന്നിട്ടെന്താ അമ്മയുടെ ഭാവിയിൽ അങ്ങ് തോറ്റുപോയത്? തോറ്റതല്ല, 18ാം വയസ്സിൽ എനിക്കൊരു ഉൾവിളി കിട്ടി. 10 തോറ്റാ വേഗം കേട്ടാ, അതും വല്ല ഗൾഫുകാരനെ പറ്റിച്ചങ്ങ് ജീവിക്കാൻ. ഇത് ഭയങ്കര പാടാമേ പഠിക്കാൻ. അപ്പുറത്തെ വീട്ടിലെ റിച്ചു ഇല്ലയോ, അവൻ ഒരു തവണ വായിച്ചാൽ മതി, അവനെല്ലാം മനസ്സിലാവും. അവന്റെ അമ്മയാ അവനെ പഠിപ്പിക്കുന്നത്. എന്റെ അമ്മയ്ക്ക് മെയിൻ കളിക്കാനല്ല അറിയും, അക്ഷരം അറിയില്ലല്ലോ. എനിക്ക് അക്ഷരം അറിയത്തില്ല. പൂജിച്ച പേന കൊണ്ട് എഴുതിയാൽ 0 കിട്ടാതെ നോക്കാം. അപ്പൊ അറിയാത്ത ചോദ്യം വന്നാ പേന തന്നെ എഴുതും. തന്നെ എഴുതാൻ ഇത് എന്തിനെ കവാടത്തിന്റെ ഇടയിൽ നിന്ന് എടുത്ത പേന അല്ല. സിലബസ് ഏതാന്ന് ചോദിച്ചാൽ ലൈൻ ബസ് പോയെന്ന് പറയുന്നവനാ. ഇനിയും പ്രാർത്ഥനയുള്ളു. ദൈവമേ, അടുത്താരും ഇല്ലാതെ വന്നാൽ എന്റെ ഡാപ്പ് എനിക്ക് തുണയാവണേ. ആ സ്കൂളിന്റെ കണ്ണിപ്പെടാതെ കണ്ണി കാണുന്നവന്റെ നോക്കി കണ്ണും പൂട്ടി എഴുതാൻ പറ്റണേ ദൈവമേ. അടുത്തിരിക്കുന്നവനൊക്കെ മിടുക്കനായിരിക്കണേ. മിടുക്കന്മാര് പട്ടി പറ്റിയെടുക്കുന്ന പോലെ എന്തെങ്കിലും ചോദിച്ച അറിയാത്ത എന്തെങ്കിലും ചോദ്യം വന്നാൽ അറിയാത്ത പോലെ ഇരുന്ന് അറിയുന്നവന്റെ നോക്കി എഴുതാൻ പറ്റണേ. ഡാപ്പ് വെച്ചാ പാപം നോക്കി എഴുതിയാ തീരുമെന്ന അല്ലയോ? ശരിയാ മോനെ, ഡാപ്പ് വെച്ച് പ്രാർത്ഥിക്കടാ. ഡാപ്പ് അങ്ങനെ പൊക്കിയാലോ? ടൂക്കൊക്കെ ഇണ്ടാന്നൊന്നും പറഞ്ഞു. കണ്ണു മെയ് ആവണം, മെയ് കണ്ണാവണം. കണ്ണു പോയി എഴുതുന്നത് അവൻ അറിയരുത്.